നമസ്കാരം. സ്വന്തം ഭാര്യയുമായിട്ടുള്ള അല്ലെങ്കിൽ സ്വന്തം പെൺസുഹൃത്തുമായിട്ടുള്ള ലൈംഗിക ബന്ധത്തിൻ്റെ വീഡിയോ മറ്റുള്ളവരുമായി പങ്കുവെച്ച് ആനന്ദം കണ്ടെത്തുന്ന പങ്കാളിയെ സൈക്കോ എന്നല്ലാതെ എന്ത് വിശേഷിപ്പിക്കും? ഇത്തരത്തിലുള്ള ഒരു വലിയ സംഘത്തിൻ്റെ വിവരങ്ങൾ പുറത്തുവിട്ടിരിക്കുകയാണ് CNN. ഭാര്യമാരെയോ പെൺസുഹൃത്തുക്കളെയോ എങ്ങനെ പീഡിപ്പിക്കണമെന്ന് പഠിപ്പിക്കുന്ന ഓൺലൈൻ ശൃംഖലയെക്കുറിച്ചുള്ള ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് CNN പുറത്തുവിട്ടത്. ഒരു ടെലിഗ്രാം ഗ്രൂപ്പിലൂടെ ലോകത്തിലെ വിവിധ ഭാഗങ്ങളിലെ പുരുഷന്മാരാണ് സ്വന്തം പങ്കാളികളെ ദുരുപയോഗം ചെയ്യേണ്ടത് എങ്ങനെയെന്ന് പഠിക്കുന്നതെന്നാണ് മാസങ്ങൾ നീണ്ട അന്വേഷണത്തിൽ CNN കണ്ടെത്തിയിരിക്കുന്നത്. പ്രധാനമായും ഒരു വെബ്സൈറ്റാണ് ഈ ക്രൂരകൃത്യങ്ങളുടെ പ്രധാന കേന്ദ്രമായി റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നത്. എക്സ്പോസിംഗ് എ ഗ്ലോബൽ റേപ്പ് അക്കാദമി എന്ന പേരിൽ മാർച്ച് 26-നാണ് CNN ഇത്തരമൊരു റിപ്പോർട്ട് പുറത്തുവിട്ടത്. ZZ എന്ന പേരിലുള്ള ടെലിഗ്രാം ഗ്രൂപ്പിലൂടെയാണ് ലോകമെമ്പാടുമുള്ള പുരുഷന്മാർ ഇത്തരത്തിൽ ക്രൂരമായ വിനോദം കണ്ടെത്തിയിരുന്നത്. സ്വന്തം പങ്കാളികൾക്ക് അവരുടെ അറിവോ സമ്മതമോ ഇല്ലാതെ മയക്കുമരുന്ന് നൽകി അബോധാവസ്ഥയിലാക്കുന്നതിനെക്കുറിച്ചും തുടർന്ന് അവരെ ലൈംഗികമായി പീഡിപ്പിക്കുന്നതിനെക്കുറിച്ചുമുള്ള ചർച്ചകളും ഈ ഗ്രൂപ്പിൽ നടന്നിരുന്നു. ബോധരഹിതരായ സ്ത്രീകളെ പീഡിപ്പിക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ ഗ്രൂപ്പിലെ അംഗങ്ങൾ പരസ്പരം പങ്കുവച്ചിരുന്നതായും അന്വേഷണത്തിൽ കണ്ടെത്തി. മദർനെസ് എന്ന അശ്ലീല വെബ്സൈറ്റിൽ സ്ലീപ്പ് എന്ന വിഭാഗത്തിലായി ഏകദേശം 20,000-ലധികം വീഡിയോകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ലക്ഷക്കണക്കിന് ആളുകളാണ് ഈ വീഡിയോകൾ കണ്ടത്. കഴിഞ്ഞ ഫെബ്രുവരിയിൽ മാത്രം ഏകദേശം 62 ദശലക്ഷം സന്ദർശകരുണ്ടായിരുന്ന ഈ വെബ്സൈറ്റിലെ ഭൂരിഭാഗം സന്ദർശകരും അമേരിക്കയിൽ നിന്നുള്ളവരാണ്. ഈ വെബ്സൈറ്റിലെ ഉപയോക്താക്കൾ തന്നെ രൂപീകരിച്ച ടെലിഗ്രാം ഗ്രൂപ്പിലൂടെയാണ് കൂടുതൽ പ്രവർത്തനങ്ങൾ നടന്നത്. പങ്കാളികൾക്ക് നൽകേണ്ട മരുന്നുകൾ, അവയുടെ അളവ്, മരുന്ന് നൽകിയാൽ ബോധം മറയുന്ന രീതി എന്നിവയെക്കുറിച്ചും ഈ ഗ്രൂപ്പിൽ ചർച്ചകൾ നടന്നു. ഈ ഗ്രൂപ്പിലെ സജീവ അംഗമായിരുന്ന പിയറ്റർ എന്ന പോളിഷ്യൻ പൗരനെ രഹസ്യ നീക്കത്തിലൂടെ പിടികൂടാൻ സാധിച്ചിരുന്നു. ഇയാൾ തന്റെ പങ്കാളിയെ മയക്കുമരുന്ന് നൽകി പീഡിപ്പിച്ചതായും അത് വീഡിയോ എടുത്തതായും സമ്മതിക്കുന്ന ചാറ്റുകളും പുറത്തു വന്നിട്ടുണ്ട്. ഡോക്ടർമാർ, മാധ്യമപ്രവർത്തകർ, പോലീസ് ഉദ്യോഗസ്ഥർ തുടങ്ങിയ പ്രൊഫഷണലുകൾ പോലും ഇത്തരം ഗ്രൂപ്പുകളിൽ അംഗങ്ങളാണ് എന്നത് ഞെട്ടിക്കുന്ന വസ്തുതയാണ്. വിവിധ പ്ലാറ്റ്ഫോമുകളിലായി ഇത്തരം ഗ്രൂപ്പുകൾ പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും അവയിൽ വീഡിയോകൾക്കാണ് പ്രാധാന്യം. മയക്കി കിടത്തിയ സ്ത്രീകളെ പീഡിപ്പിക്കുന്നത് തത്സമയം കാണിക്കുന്ന ലൈവ് സ്ട്രീമുകൾക്കായി ഒരാൾക്ക് $20 വീതം ചിലർ ചിലവഴിക്കുന്നുണ്ട്. ക്രിപ്റ്റോ കറൻസി വഴിയാണ് ഈ പണം പ്രധാനമായും കൈമാറ്റപ്പെട്ടിരുന്നത്. തങ്ങൾ ഇരകളാക്കപ്പെടുന്നത് അറിയാതെ പോകുന്ന ഒട്ടനവധി സ്ത്രീകളുണ്ട്. എന്നാൽ ഇത് തിരിച്ചറിഞ്ഞ് അതിജീവിച്ച സ്ത്രീകളും ചിലരുണ്ട്. അത്തരത്തിൽ അതിജീവിതമാരായ 3 സ്ത്രീകളുമായി നടത്തിയ അഭിമുഖവും CNN പങ്കുവെക്കുന്നുണ്ട്. തൻ്റെ 16 വർഷത്തെ ദാമ്പത്യ ജീവിതത്തിനിടയിൽ ഭർത്താവ് മകൻ്റെ ഉറക്കഗുളികൾ ചായയിൽ കലർത്തി നൽകി തന്നെ മയക്കിക്കിടത്തി പീഡിപ്പിക്കായിരുന്നുവെന്ന് സോവാട്സ് എന്ന യുവതി അറിഞ്ഞപ്പോൾ അവർ ആകെ തകർന്നുപോയി. രാത്രി വൈകി കാർ പാർക്കിങ്ങിലേക്ക് തനിക്കിപ്പോൾ പോകാൻ പോലും ഭയമാണെന്നും അവർ പറയുന്നു. 4 കുട്ടികളുള്ള ഈ യുവതി പള്ളിയിൽ പോയി തിരിച്ചെത്തിയ 2018-ലെ ഒരു സാധാരണ ഞായറാഴ്ചയാണ് ഭർത്താവിൽ നിന്ന് ഇത്തരമൊരു കുറ്റസമ്മതം കേൾക്കേണ്ടി വരുന്നത്. രാത്രി അവർക്ക് നൽകിയിരുന്ന ചായയിൽ മകന് നൽകാറുണ്ടായിരുന്ന ഉറക്ക ഗുളിക കലർത്തി മയക്കിക്കിടത്തുകയും തുടർന്ന് പീഡിപ്പിക്കുകയും ആ ചിത്രങ്ങളെടുത്ത് പങ്കുവെക്കുകയും ചെയ്തിരുന്നുവെന്നാണ് ഭർത്താവിൽ നിന്ന് കേൾക്കേണ്ടി വന്നത്. എന്നാൽ അന്ന് അത് ഇവർക്ക് തിരിച്ചറിയാൻ സാധിച്ചിരുന്നില്ല. താൻ ഏറെ ക്ഷീണിതയായിരുന്ന ആ അവസ്ഥയിൽ ഭർത്താവിൽ നിന്ന് തനിക്ക് ലഭിച്ചിരുന്ന ആ ചായ ഏറെ സ്നേഹത്തോടെയാണ് തനിക്ക് നൽകപ്പെട്ടിരുന്നതെന്നാണ് അവർ കരുതിയിരുന്നത്. എന്നാൽ അതിലൊരു ചതിയുണ്ടെന്ന് അവർ തിരിച്ചറിയാൻ ഏറെ വൈകിപ്പോയി. തൻ്റെ കുട്ടികളെക്കുറിച്ചുള്ള ആശങ്കയും തനിക്ക് സംഭവിച്ച കാര്യങ്ങൾ ഉൾക്കൊള്ളാനുള്ള ബുദ്ധിമുട്ടും കാരണം അവർ ആദ്യഘട്ടത്തിൽ ഈ സംഭവം വളരെ രഹസ്യമാക്കി വെച്ചു. എന്നാൽ അവരുടെ മാനസികാരോഗ്യത്തെ ഈ സംഭവം വല്ലാതെ ബാധിച്ചു. കടുത്ത പരിഭ്രാന്തിയും ശ്വാസമുട്ടലും ഉണ്ടായതിനെ തുടർന്ന് അവർ തൻ്റെ സഹോദരിയോട് ഈ സത്യം തുറന്നു പറഞ്ഞു. തുടർന്ന് അവർ ഈ കാര്യം അവരുടെ അമ്മയോട് പറഞ്ഞു. അവർ പോലീസുമായി ബന്ധപ്പെട്ടു. തുടർന്ന് അവർ നിയമ നടപടികളുമായി മുന്നോട്ട് പോവുകയായിരുന്നു. എന്നാൽ അത്തരമൊരു തീരുമാനമെടുത്തപ്പോഴും അവർക്ക് വളരെയധികം മാനസിക പീഡനങ്ങൾ നേരിടേണ്ടി വന്നു. തൻ്റെ മകൾ സ്കൂളിൽ മാനസിക പീഡനങ്ങൾക്കും പരിഹാസങ്ങൾക്കും ഇരകളായി എന്നും അവർ തുറന്നു പറയുന്നു. ഒപ്പം അവരുടെ സുഹൃത്ത് ബന്ധങ്ങളും സാമൂഹ്യ ബന്ധങ്ങളും ഏതാണ്ട് പൂർണ്ണമായി തകരുകയും ചെയ്തു. 4 വർഷത്തോളം നടത്തിയ നിയമ പോരാട്ടത്തിനൊടുവിൽ ബലാത്സംഗം, ലൈംഗിക പീഡനം, മയക്കുമരുന്ന് നൽകൽ എന്നീ കുറ്റങ്ങൾക്ക് വാട്സിൻ്റെ മുൻ ഭർത്താവ് ഇപ്പോൾ 11 വർഷത്തെ തടവ് ശിക്ഷ അനുഭവിക്കുകയാണ്. വടക്ക് പടിഞ്ഞാറൻ ഇംഗ്ലണ്ടിലെ വികാർ എന്ന പട്ടണത്തിൽ നിന്നുള്ള അമാൻഡ സ്റ്റാൻഹോപ്പ് എന്ന യുവതിയും പങ്കാളിയിൽ നിന്ന് സമാനമായ ക്രൂരത നേരിട്ട വ്യക്തിയാണ്. 5 വർഷക്കാലത്തെ ബന്ധത്തിനിടെ പലപ്പോഴും താൻ എങ്ങനെയാണ് ഉറങ്ങിയിരുന്നതെന്ന് പോലും അവർക്കറിയില്ലായിരുന്നു. ശരീരത്തിൽ ചതവുകളോടെയും ധരിച്ചിരുന്ന വസ്ത്രത്തിൽ നിന്ന് വ്യത്യസ്തമായ വസ്ത്രത്തോടെയും താൻ പലപ്പോഴും ഉണർന്നിരുന്നത് അവർക്ക് വളരെയധികം സംശയമുണ്ടാക്കി. എന്നാൽ എന്തുകൊണ്ടാണ് തനിക്ക് ഇത്തരത്തിൽ സംഭവിച്ചതെന്ന് അവർക്ക് ഓർമ്മയുണ്ടായിരുന്നില്ല. എന്നാൽ ഒരിക്കൽ താൻ പങ്കാളിയിൽ നിന്ന് ക്രൂരമായ പീഡനം നേരിടുകയാണെന്ന് അവർ തിരിച്ചറിഞ്ഞു. തുടർന്ന് അവർ തൻ്റെ സഹോദരൻ്റെ പിന്തുണയോടെ പോലീസിനെ സമീപിക്കുകയായിരുന്നു. അമാൻഡയുടെ മുൻ പങ്കാളിക്കെതിരെ ബലാത്സംഗത്തിനും ലൈംഗിക പീഡനത്തിനും കേസെടുത്തിരുന്നു. എന്നാൽ കേസ് കോടതിയിലെത്തുന്നതിന് മുമ്പ് അയാൾ ആത്മഹത്യ ചെയ്തു. ഇത് ചില ഉദാഹരണങ്ങൾ മാത്രമാണ്. CNN അന്വേഷണത്തിൽ ടെലിഗ്രാമിൽ നിന്നും ഈ ഗ്രൂപ്പും നീക്കം ചെയ്യപ്പെട്ടു. എന്നാൽ ഈ റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചതിനു ശേഷം ടെലിഗ്രാം നൽകിയ ഔദ്യോഗിക പ്രസ്താവനയിൽ ലൈംഗിക അതിക്രമങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന ഉള്ളടക്കങ്ങൾ തങ്ങൾ കർശനമായി നിരോധിച്ചിട്ടുണ്ടെന്നും അവ കണ്ടെത്തുമ്പോഴെല്ലാം നീക്കം ചെയ്യാറുണ്ടെന്നുമാണ് ടെലിഗ്രാം ഔദ്യോഗികമായി അറിയിച്ചത്.